Hi dears, I'm Ranjit Daniel from Vyram Designs by VR Stars. ഇന്ന് ഞങ്ങൾക്ക് വീഡിയോ ഇല്ല. അപ്പോൾ വീഡിയോ ഇല്ലാത്തതിന്റെ കാരണം ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പെൻഡിങ് ഓർഡേഴ്സ്, അതായത് റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാം കംപ്ലീറ്റ്ലി മുറിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന്റെ പെൻഡിങ് ഓർഡേഴ്സ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിലേ ആയി പോയാൽ അതൊരു ഇഷ്യൂ ആയി പോകും. അങ്ങനെ ഡിലേ ആക്കാൻ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് തിങ്കളാഴ്ച നമുക്ക് വീഡിയോ ഇടാം. അത് മാത്രമല്ല, ഇന്നലെ നമ്മളിട്ട കോട്ട് സെറ്റിന്റെ എല്ലാം ഞങ്ങൾ ഇങ്ങനെ സൈസ് ഒക്കെ തിരിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇനി അതിന്റെ ടോപ്സ് എല്ലാം സെറ്റ് ചെയ്യണം. അതുപോലെ റണ്ണിങ് മെറ്റീരിയൽ ഇത് ആർക്കാണാവോ? നവീൻ കുമാർ ആരെങ്കിലും ഒരാളായിക്കോട്ടെ. നവീൻ കുമാറിന്റെ റണ്ണിങ് മെറ്റീരിയൽ ഇത് ഞങ്ങൾ എന്നിട്ട് വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഒരു 3 days മുമ്പ് ഇട്ടത്. അപ്പൊ ഇത് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കിങ്ങനെ ഡെയിലി വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് എടുക്കാൻ കുറച്ച് പാടുപെടും. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഇവരെല്ലാം പുതിയതല്ലേ, അവരും ഒന്ന് സെറ്റായിട്ട് അവരുടെ കൈകളിലേക്ക് വരുന്നതേ ഉള്ളൂ, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഔട്ട് ആവാൻ കുറച്ച് പാടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശനി ഞായർ നമുക്ക് അതിന് വേണ്ടിയിട്ട് റെസ്റ്റ് എടുത്ത് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തിങ്കളാഴ്ച ഡെസ്പാച്ചിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിങ്കളാഴ്ച നമ്മുടെ നോർമൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ബെറ്റർ. അപ്പൊ ഞാൻ അത് മാത്രമല്ല, നമ്മുടെ ഫർമ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെയും കൂടെ പുറകിലുള്ള കുറച്ച് ഓട്ടത്തിലാണ്. അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഇത് ഇവര് കട്ട് ചെയ്ത് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ മെറ്റീരിയൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇന്ന് നാളെയും കൂടി സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ തിങ്കളാഴ്ച ഇന്നലത്തെയും മെനിങ്ങാന്നത്തെയും ഇന്നത്തെ എല്ലാം കൂടെ ഒരുമിച്ച് സോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് അയക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്തിടാം. കണ്ടോ, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡിലേ ആക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച എന്താണ്, തിങ്കളാഴ്ചത്തേക്ക് നമുക്ക് വീഡിയോസ് എല്ലാം അറേഞ്ച് ചെയ്യാം. അത് തന്നെയാണ് ബെറ്റർ. നിങ്ങൾക്കും അതായിരിക്കും നല്ലത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കുഞ്ഞു ഷോപ്പിലെയും കുഞ്ഞു യൂണിറ്റിൻ്റെയും കുറച്ച് വിശേഷങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാവേ. നിങ്ങൾക്ക് അതൊക്കെ അറിയാനായിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഞങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെ. അവനോട് സംസാരിക്കുന്നത് അവൻ്റെ മുഖം കാണിക്കാൻ അവൻ സമ്മതിക്കണില്ല. അങ്ങനെ അവന് ഞാനോട് എന്താടാ നീ മുഖം കാണിച്ചതെന്ന് കാണിക്കട്ടെ, അപ്പോൾ അവന് മുഖം കാണിക്കേണ്ട, വർക്ക് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അവനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞുകുഞ്ഞു വിശേഷങ്ങൾ. ഇതിൻ്റെ ബാക്കി നമ്മുടെ ഫുൾ വീഡിയോയിലുണ്ട്. അതാരും കാണരുത്, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നല്ല വിശേഷങ്ങളാണ്. ഇത് ഞങ്ങളുടെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു മെറ്റീരിയൽ, അതായത് ഞങ്ങളുടെ ഒരു അടിപൊളി മെറ്റീരിയലാണ്. ഇത് ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ. അതിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടിക്കിലെ വിശേഷം അറിയാം. ബോട്ടിക്കിലെ വിശേഷത്തിൽ ഇന്ന് ഞങ്ങളുടെ മാസ്റ്റർ തന്നെ പാവം നല്ല എഫേർട്ട് ഇട്ടുന്ന മാസ്റ്റർ അത്യാവശ്യം ഒരു ബ്ലൗസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ മാസ്റ്റർ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് തയ്ച്ചു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാസ്റ്റർ തന്നെ ഇന്ന് ബ്ലൗസ് തയ്ക്കാനായിട്ടിരിക്കുവാണ്. മാസ്റ്റർ ഇത് തേക്കോണ. പിന്നെ എൻ്റെ നജ്മുൽ ഭയ്യനെ എല്ലാവർക്കും അറിയാവുന്നുള്ളതാണ്. നജ്മുൽ ഭയ്യ ഇന്ന് ഭയങ്കര 15-ാം തീയതി പോകുന്നത് പറഞ്ഞിട്ട് എനിക്ക് ആകെപ്പാടെ വിറയിൽ കയറിയിരിക്കുക. കാരണം കർത്താവെ അത്രയും സ്റ്റിച്ചിങ് ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിടും. 15-ാം തീയതി പോയിട്ട് 1-ാം തീയതി വരത്തുള്ളൂ നജ്മുൽ ഭയ്യ. അതുകൊണ്ട് അത് ആകെപ്പാടെ ഒരു ടെൻഷൻ. പിന്നെ ഞങ്ങളുടെ കട്ടിങ് ഒക്കെ ഇതേ ഇരിക്കുന്നത് എല്ലാം കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സാണ്. ഇതെല്ലാം കസ്റ്റമർക്ക് സെപ്പറേറ്റ് ഓൺലൈനിലുള്ള കസ്റ്റമർ ഉണ്ട്. എല്ലാം കൂടി കൊണ്ടിട്ട് എനിക്ക് തന്നെ മൊത്തത്തിൽ വട്ടായിട്ടിരിക്കുക. ഇവരും കൂടി ഇല്ലെങ്കിൽ എൻ്റെ പണി ഇതോടെ തീർന്നു. എല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിടും. എൻ്റെ സോഫി ചേച്ചി ഇന്ന് ഇവന്മാരുടെ കണക്ക് നോക്കുന്ന തിരക്കിലാണ്. ചേച്ചി കാശുണ്ടോ കയ്യില്ലേ? ഭയങ്കരമായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇന്ന് ഞങ്ങളുടെ ഫർമാസ് സെറ്റ് ചെയ്യുന്നതിന് തിരക്കിലായിരുന്നു. ഫർമുകളെല്ലാം ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. മറ്റേ സൈഡ് സ്ലീറ്റിൻ്റെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പീസ് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് നോക്കും. ഫർമ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കോട്ടൺ ലൈനിങ്ങിലാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിൽ ഇതുപോലെ സെറ്റാക്കി അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കി. ഇത് എക്സലിൻ്റെതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ നെക്കും അതിൻ്റെ സ്ലീവ്സും എല്ലാം സെറ്റാക്കി അതിൻ്റെ നെക്ക് പോർഷൻ ബാക്ക്, ഫർമേൻ്റെ നെക്ക് ബാക്കിൽ ഇതുപോലെ തന്നെ അത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ടിലത്തെ നെക്ക് ഞാൻ ഈ ഒരു കട്ടിയുള്ള പേപ്പറിൽ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് ഇവിടെ സോർട്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ സ്ലീവ്സും ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടാണ് ഓരോ സൈസായിട്ടും ഫർമ റെഡിയാക്കി അയക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് ആ ഒരു ഫർമ അതും കൊണ്ട് ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് അതിനെ സ്റ്റിച്ച് ചെയ്ത് കൺഫേം ആക്കിയിട്ടാണ് അയക്കുന്നത്. അതൊന്ന് കാണാമേ. അതിൻ്റെ ഒരു പീസ് ഞങ്ങൾ കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്തത് ഞാൻ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ജസ്റ്റ് വെറുതെ ലൈനിങ് ഇല്ലാത്ത ഒരു കുർത്തി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് കൺഫേം ആക്കി കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പാറ്റേൺസ് എല്ലാം പുറത്തേക്ക് അയക്കുകയുള്ളൂ. കാരണം അതല്ലെങ്കിൽ പിന്നെ കിട്ടുന്ന ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. കറക്റ്റ് ഹിപ്പ്, നെക്ക്, സ്ലീവ്സ്, ലെങ്ത്, അതുപോലെ തന്നെ ഷേപ്പ്, ഇതെല്ലാം കൺഫേം ആക്കാനായിട്ട് ഒരു പാറ്റേണിൻ്റെ എല്ലാ പീസും ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമേ ഇവിടെ അയക്കുകയുള്ളൂ.
അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കസ്റ്റമർക്ക് ബില്ലടിക്കുന്ന കാരണം ഞാൻ ഒന്നും മിണ്ടാതെ തിരിച്ചങ്ങോട്ട് പോയി. ഒരു ദിവസമായിട്ട് ആ ഒരു മഞ്ഞ ചുരിദാറിൻ്റെ അതിന് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ്. അത് ഞാൻ ഉടനെ വീഡിയോ ചെയ്യും കേട്ടോ. എൻ്റെ 4-5 പീസസ് ഉണ്ട്. അത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ആക്കി ഇട്ടേക്കുക. വിശേഷങ്ങളായിട്ടുള്ള ചെറിയൊരു വ്ളോഗ് പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള അടിപൊളി സ്റ്റാൻഡേർഡ് എലഗൻ്റ് കോട്ട് സെറ്റാണ്. കണ്ട ഹീറ്റർ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് ഹെവി ആയിട്ട് ഇതിൻ്റെ നെക്കിൽ ആ ഒരു ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. സ്ലീവ്സിലും അതുപോലെ തന്നെ നല്ല പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ്. ഇതിൻ്റെ കളേഴ്സ് ഉണ്ട്. പ്യോർ മൽച്ചന്തേരിയാണ്. അത് നമ്മൾ ഉടനെ തന്നെ ഓൺലൈനിൽ കൊണ്ടുവരും. കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ വൈരം ഡിസൈൻസ് ബൈ വി ആർ സ്റ്റാർസിൻ്റെ സ്റ്റിച്ചിങ് കാസ്റ്റേഴ്സ് ആണ്. ഞങ്ങളത് ഇവിടെ ഇട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിൽ ബോർഡായിട്ടും ഞങ്ങളിതെല്ലാം വെച്ചിട്ടുണ്ട്. റേറ്റുകളെല്ലാം തന്നെ. നീ ഇവിടെ ചായം കുടിച്ചിരുന്നോ? കണക്കൊക്കെ നോക്കിയോ നീയാ? കാശുണ്ടോ നിൻ്റെ അല്ലേ? അപ്പം നിന്റെ ജോലി എന്താണ്? നന്നായി. അങ്ങനെ ഞങ്ങളുടെ അക്കൗണ്ടൻറ്റിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. കാശ് നമ്മൾ കൊടുത്താൽ അവൻ ആർക്കെങ്കിലും കൊടുക്കും, ഇല്ലെങ്കിൽ അവൻ കൊടുക്കില്ല. അന്നേരവും ഈ പണിക്കാരൻ ഞങ്ങളെ പഞ്ഞിക്കിടും. അവർ രണ്ടുപേരും കൂടി തിരിഞ്ഞു നിന്ന് വായിക്കപ്പവും ചായയും കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. വീഡിയോ കണ്ടപ്പോൾ രണ്ടും വലിഞ്ഞവിടെ നിന്ന്. അവളുമാർക്ക് കസ്റ്റമറുണ്ട്, അപ്പോൾ പിന്നെ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. അവിടെ ടീ ഷോപ്പിലേക്ക് വന്നത് നമ്മുടെ ചേട്ടൻ ഇവിടെ റെഡിയാണ്. കഴിഞ്ഞാ ബ്രെഡൊക്കെ കഴിഞ്ഞാ? ഇനി 3 പീസ് ബ്രെഡേ ഉള്ളു. ബ്രെഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വിൻസെന്റ് ചേട്ടൻ ഇവിടെ ആ ബ്രെഡിന് വേണ്ടി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇന്നിട്ട ഈ ഒരു പിനോ ഫോം ഇതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളുടെ ഇവിടെ വന്നൊരു കസ്റ്റമർ നമ്മളോട് ചോദിച്ചു ഇത് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത സംഭവമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തു, നമുക്കിതൊക്കെ റെഡിയാക്കാം കേട്ടോ. ചെക്കിൻ്റെ ഡിസൈൻസ് ഒക്കെ വാങ്ങിച്ചിട്ട്. അപ്പം ഞാനതൊന്ന് കണ്ണാടിയിൽ ഞാനേ നോക്കുമായിരുന്നു കൊള്ളാമോ എന്ന്. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങൾ. നല്ല രസമാണ്. നല്ല ഒരു കമാൻ ക്വയറ്റിൽ സമാധാനപരമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സർവശക്തനായ ദൈവത്തോട് ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാവണം. നല്ല നല്ല കളക്ഷൻസ് ഞങ്ങൾ വഴി നിങ്ങളിലേക്ക് അടിപൊളിയായിട്ട് എത്തിക്കാനായിട്ട് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ സാധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റംസാൻ മാസമാകട്ടെ എന്ന്. അതുമാത്രമല്ല, ഞങ്ങളുടെ വലിയ നോമ്പ് നടക്കുവാണ്. അപ്പോൾ നോമ്പ് ഞങ്ങളുടെ നടക്കുവാണ്, ക്രിസ്ത്യൻസിൻ്റെയും. അപ്പോൾ അതെല്ലാം നന്നായിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ടാറ്റാ, ടേക്ക് കെയർ, ബൈ.